ചൈനയ്ക്ക് മേൽ 155% തീരുവ ഞങ്ങളങ്ങ് പ്രഖ്യാപിക്കും. ഞങ്ങൾക്ക് റെയർ എർത്ത് എലമെൻറ്റുകൾ നൽകാത്ത അവരെ ഒരു പാഠം പഠിപ്പിക്കും. ഒരു മാസം മുമ്പ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വൻ പ്രഖ്യാപനങ്ങളായിരുന്നു ഇവ. എന്നിട്ട് എല്ലാം എന്തായി? വെടിപൊട്ടുന്നത് പോലെ ഠോ ഠോ എന്നും പറഞ്ഞ് അവയെല്ലാം ഒന്നുമല്ലാതായിപ്പോയി. കാര്യത്തിനോടടുത്തപ്പോൾ ചൈനയ്ക്ക് മേലുള്ള ഭീഷണികളെല്ലാം പിൻവലിച്ച് അനുസരണയുള്ള സ്കൂൾ കുട്ടിയെപ്പോലെ US വാലും മടക്കി നിന്നു. ചൈനയ്ക്ക് വ്യാപാര തീരുവ പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോയി. അമേരിക്കയുടെ സാമ്പത്തിക സെക്രട്ടറി സ്കോട്ട് ബെസറ്റാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇത് കാണുമ്പോൾ കിലുക്ക സിനിമയിലെ ഒരു രംഗമാണ് ഓർമ്മ വരുന്നത്. തനിക്ക് ലോട്ടറി അടിച്ചെന്ന് വീമ്പിളക്കി പോയ ഇന്നസെൻറ്റിൻ്റെ കിട്ടുണ്ണിയെ കാണുമ്പോൾ തിലകൻ ചോദിച്ചു, അന്ന് സ്വന്തം കാറിൽ വരുമെന്ന് പറഞ്ഞ് പോയപ്പോൾ താൻ എന്നെ എന്തോ വിളിച്ചിരുന്നല്ലോ എന്ന്. അപ്പോൾ ഇട്ടുണ്ണിയുടെ മറുപടി, എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, എനിക്കത് ഓർമ്മയില്ല എന്ന്. എക്സാക്ട്ലി ഇതേപോലെയായിരുന്നു സ്കോട്ടിൻ്റെ മറുപടി. ചൈനയ്ക്ക് മേൽ തീരുവ പ്രഖ്യാപിച്ചതൊക്കെ പഴയ കാര്യങ്ങളല്ലേ? നിലവിൽ നല്ല രീതിയിലുള്ള ചർച്ചകളാണ് അവരുമായി നടക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു തീർത്തു. ഇതൊക്കെയായിരുന്നു സ്കോട്ട് ബെസറ്റിൻ്റെ മറുപടി. ഇന്നലെ ആസിയാൻ ഉച്ചകോടിയുടെ വേദിയിൽ വെച്ച് ചൈനീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ US പ്രതിനിധി ജാമിസൺ ഗീ പറഞ്ഞതും സമാനമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങളെല്ലാം പറഞ്ഞ് സമവായത്തിലെത്തിയിട്ടുണ്ട്, യാതൊരു പ്രശ്നങ്ങളുമില്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിനെ കാണുന്നതോടെ നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ജാമിസൺ പറഞ്ഞു. എന്തിനു പറയുന്നു, സാക്ഷാൽ ട്രംപ് പോലും ചൈനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിയത് കാണാം. We're going to do well with China. I think we're going to have a deal with China. We meet, as you know, in South Korea with President Xi. I think we're going to have a good deal with China. And they want to make a deal, and we want to make a deal. We've agreed to meet. So we're going to meet then later in China, and we're going to meet in the U.S. in either Washington or at Mar-a-Lago, Palm Beach. So now I think a lot of these talks when we meet, we've done a lot of discussions before we meet. We've done discussions with Brazil. So I think we're going to end up having a good deal for both countries. I think with China that's going to happen, and we have other deals. We have Japan, we have South Korea, we have a lot of meetings. But people seem to be very interested in China. I think we're going to have a very fair meeting with China. കണ്ടില്ലേ, ചൈനയുമായി ഒരു വ്യാപാര കരാറിലെത്തണമെന്നാണ് അമേരിക്കയ്ക്ക് ആഗ്രഹമെന്നാണ് ട്രംപ് പറയുന്നത്. ഇതിനൊപ്പം ചൈനയും ഇതുതന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. എന്നാൽ വസ്തുതകൾ പരിശോധിച്ചാൽ ചൈനയ്ക്കിതിൽ വലിയ താല്പര്യമൊന്നുമില്ലെന്നാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും അമേരിക്കയാണ് ഇവിടെ പെട്ടിരിക്കുന്നത്. എന്താണുണ്ടായത്? ചൈനയുമായി ആദ്യഘട്ടത്തിൽ ഒരു വ്യാപാര യുദ്ധം US-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ പിന്നീട് ഇരു രാജ്യങ്ങളും പരസ്പര ധാരണയിൽ ഒരു വ്യാപാര കരാറിലെത്താമെന്ന് സമ്മതിക്കുകയായിരുന്നു. അതിനുശേഷം നിരവധി ചർച്ചകൾ നടന്നെങ്കിലും ഒരു സമവായം ഉണ്ടായില്ല. ഉടൻ തന്നെ ക്ഷുഭിതനായിട്ടുള്ള ട്രംപ് ചൈനയ്ക്ക് മേൽ 155% പിഴത്തീരുവ അങ്ങ് പ്രഖ്യാപിച്ചു. ഇത് നവംബർ 1 മുതൽ നിലവിൽ വരുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ചൈന അങ്ങ് വിട്ടുകൊടുക്കുമോ? അവർ അമേരിക്കയിലേക്ക് റെയർ എർത്ത് എലമെൻറ്റുകൾ കയറ്റി അയക്കുന്നത് നിർത്തിവെക്കുകയാണെന്ന് അറിയിച്ചു. ഒപ്പം ചൈന US-ൽ നിന്ന് സോയാബീൻ വാങ്ങുന്നത് നിർത്തിവെക്കുകയും ചെയ്തു. പകരം ബ്രസീൽ, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് സോയാബീൻ ഇറക്കുമതി വർദ്ധിപ്പിച്ചു. ഇത് US-ന് നല്ലൊരു ഇരുട്ടടി തന്നെയായിരുന്നു. റെയർ എർത്ത് എലമെൻറ്റുകൾ കിട്ടാതായതോടെ US-ൻ്റെ ഇലക്ട്രോണിക് നിർമ്മാണ മേഖല പ്രതിസന്ധി നേരിട്ടു. പല വൻകിട കോർപ്പറേറ്റുകളും ട്രംപിനെതിരെ തിരിഞ്ഞു. ടെക് ഭീമന്മാർ അമേരിക്കയിൽ നിർമ്മാണം അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുത്തു. ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ ട്രംപ് ചെറുതായൊന്ന് കുലുങ്ങി. എന്നാൽ സോയാബീൻ കർഷകരും തിരിഞ്ഞതോടെയാണ് പ്രസിഡന്റിൻ്റെ നടു ഒടിഞ്ഞത്. ചൈന US-ൽ നിന്ന് സോയാബീൻ ഇറക്കുമതി നിർത്തിയതോടെ അമേരിക്കയിലെ കർഷകർ വൻ നഷ്ടം നേരിട്ടു. ഇവർ ട്രംപ് ഭരണകൂടത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. എന്തിന്? US-നെ നിശ്ചലമാക്കിയ നോ കിങ്സ് പ്രൊട്ടസ്റ്റിലും ഇവർ പങ്കാളികളായി. ചൈനയുടെ കാര്യത്തിൽ അധികം കടുംപിടുത്തം പിടിച്ചാൽ അത് തങ്ങൾക്ക് തന്നെ ദോഷമാകുമെന്ന് മനസ്സിലായതോടെയാണ് US നേരെ U-ടേൺ എടുത്തത്. ഇതോടെ ചൈനയും ചെറിയൊരു കോംപ്രമൈസിന് തയ്യാറായിട്ടുണ്ട്. US-ലേക്ക് റെയർ എർത്ത് എലമെൻറ്റുകൾ കയറ്റുമതി ചെയ്യുന്നത് നിർത്തിയ നടപടി അവർ 1 വർഷത്തേക്ക് മരവിപ്പിച്ചു. എന്തായാലും എല്ലാവരും ഉറ്റുനോക്കുന്നത് ട്രംപ് ഷീ ജിങ് പിങ് കൂടിക്കാഴ്ചയ്ക്കായാണ്. ഈ വ്യാഴാഴ്ച അത് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടക്കുന്ന അപക് വ്യാപാര ഉച്ചകോടിയിലാകും ഇരു നേതാക്കളും കാണുന്നത്. കാത്തിരിക്കാം, ലോകത്തിലെ രണ്ട് ശക്തരായ നേതാക്കൾ കാണുമ്പോൾ
എന്തൊക്കെ നിർണായക പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന്.